വിമാന ടിക്കറ്റ് വർധന പ്രവാസികളെ പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്. പശ്ചിമേഷ്യൻ സംഘർഷങ്ങളെ തുടർന്നാണ് ഈ ഒരു മാറ്റം. സംഘർഷ സാഹചര്യവും കുത്തനെ ഉയർന്ന വിമാന ടിക്കറ്റ് നിരക്കും കാരണം വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകണോ അതോ വേണ്ടയോ എന്ന ആശങ്കയിലാണ് ഇപ്പോൾ മലയാളികൾ അടക്കമുള്ള പ്രവാസികൾ. ബജറ്റ് എയർലൈനുകൾക്ക് പോലും കുറഞ്ഞത് 1500 ദിർഹത്തിന് മുകളിലാണ് നിലവിലെ ടിക്കറ്റ് നിരക്ക്. വരുന്ന വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കുന്ന പ്രവാസികൾക്ക് കനത്ത തിരിച്ചടിയാണ് വിമാന ടിക്കറ്റ് നിരക്കിലെ കുത്തനെയുള്ള ഈ ഒരു വർധനവ് മൂലമുണ്ടായിരിക്കുന്നത്. ഇതിനു പുറമെ നിലവിലെ തന്നെ സംഘർഷ സാഹചര്യത്തിൽ മുൻകൂട്ടി ടിക്കറ്റ് എടുത്താൽ സമയത്ത് യാത്ര ചെയ്യാനാകുമോ എന്ന ആശയക്കുഴപ്പവും നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വേനൽ അവധിക്ക് നാട്ടിലേക്ക് പോകണോ എന്ന് ഉറപ്പിക്കാൻ കഴിയാത്ത സ്ഥിതിയിലാണ് ഇപ്പോൾ മലയാളികൾ ഉൾപ്പെടെയുള്ളവർ. താരതമ്യേന കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റുകൾ ലഭ്യമാകുന്നതിനാൽ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നതായിരുന്നു പ്രവാസി കുടുംബങ്ങൾ കാലങ്ങളായി തുടർന്നു വരുന്ന രീതി. കൊച്ചിയിൽ നിന്ന് ദുബായിലേക്ക് 2500 ദിർഹത്തിന് മുകളിലാണ് സ്കൂൾ അടയ്ക്കുന്ന ജൂലൈ മാസം 1-ാം തീയതിയിലെ നിരക്ക്. ബജറ്റ് എയർലൈനുകളിലും കുറഞ്ഞത് 1500 ദിർഹമെങ്കിലും നൽകേണ്ടതുണ്ട്. 4 പേരടങ്ങുന്ന ഒരു കുടുംബത്തിന് യാത്ര ചെയ്യാൻ ഒരു ഭാഗത്തേക്ക് മാത്രം ഇതുമൂലം 6000 ദിർഹത്തോളം നൽകേണ്ട അവസ്ഥയാണ് നിലവിലുള്ളത്. ഇനി ഇതിൽ നിന്നെല്ലാം മാറി തിരഞ്ഞെടുക്കുന്നത് റൗണ്ട് ട്രിപ്പ് ആണെങ്കിൽ 12000 ദിർഹത്തോളം എങ്കിലും നൽകേണ്ടി വരും. ഇന്ധനവില വർധനവിന് പിന്നാലെ സർചാർജ് ഉൾപ്പെടെ ഉയർന്നതാണ് നിരക്ക് വർധനയ്ക്ക് മറ്റൊരു കാരണമായി മാറിയത്. വേനൽ അവധിക്കായുള്ള യാത്രയ്ക്കായി ടിക്കറ്റുകൾ മുൻകൂട്ടി ബുക്ക് ചെയ്യുന്നവരുടെ എണ്ണത്തിൽ വലിയ കുറവുണ്ടായിട്ടുള്ളതായും ട്രാവൽ ഏജൻസികൾ ഉൾപ്പെടെ വ്യക്തമാക്കിയിരിക്കുകയാണ്.